സൺഡേ ഷാലോമിലേക്ക് സ്വാഗതം. ഞാൻ ജോസ് ജോൺ മല്ലികശ്ശേരി. ഇസ്രായേൽ ഖത്തറിന്റെ തലസ്ഥാനമായ ദോഹയിൽ ഇന്നലെ നടത്തിയ ആക്രമണം ഇന്ന് എല്ലാ പത്രങ്ങളുടെയും തലക്കെട്ടായി വന്നിട്ടുണ്ട്. ഇന്നലെ ഉച്ചയ്ക്ക് ഏകദേശം 2 മണിയോടെയാണ് ഇസ്രായേലിന്റെ 15 ഫൈറ്റർ ജെറ്റുകൾ 10 മിസൈലുകൾ ഹമാസിന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പേഴ്സ് താമസിക്കുന്ന പാർപ്പിട സമുച്ചയത്തിലെ ഒരു മീറ്റിംഗ് ഹാളിന് നേരെ, മീറ്റിംഗ് ഒക്കെ കൂടാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഹാളിന് നേരെ പ്രയോഗിച്ചത്. വളരെ പ്രിസൈസ് ആയിട്ടുള്ള ഒരു ആക്രമണമായിരുന്നു. ഇസ്രായേൽ അത് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അത് ഖത്തറിന് നേരെയുള്ള ആക്രമണമല്ല, അത് ഹമാസ് പോളിറ്റ് ബ്യൂറോയിലെ അംഗങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ട് അവർ നടത്തിയ ആക്രമണമാണ്. അതുകൊണ്ട് അത് ഖത്തറിന് നേരെയുള്ള ഒരു ആക്രമണമായിട്ട് ഇന്റർപ്രറ്റ് ചെയ്യേണ്ടതില്ല എന്ന് വരത്തക്ക രീതിയിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി വ്യക്തിപരമായി തന്നെ പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. ആ ആക്രമണം കഴിഞ്ഞ ഉടനെ തന്നെ IDF-ഉം കൂടാതെ ഷിൻബെറ്റ് എന്ന് പറയുന്ന അവരുടെ രഹസ്യാന്വേഷണ ഏജൻസിയും ഈ ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ ഇൻവോൾവ് ചെയ്ത 15 ഫൈറ്റർ ജെറ്റുകളാണ്, 10 മിനീഷൻസ്, 10 മിസൈലുകളാണ് ഇതിൽ ഉപയോഗിക്കപ്പെടുന്നത്. അതൊക്കെ വളരെ പ്രിസൈസ് ആയിട്ടുള്ള, വളരെ സ്ട്രോങ് ആയിട്ടുള്ള എക്സ്പ്ലോഷൻ ഉണ്ടാകും പോലും അത് ഏറ്റവും ലിമിറ്റഡ് ആയിട്ടുള്ള ഏരിയയിൽ നിൽക്കത്തക്ക രീതിയിലുള്ള എക്സ്പ്ലോഷനാണ്. ആ ബിൽഡിങ്ങിന്റെ വീഡിയോസ് ഒക്കെ നിങ്ങൾ മിക്കവാറും കണ്ടിട്ടുണ്ടാവും. അതിനൊരു മീറ്റിംഗ് ഹാൾ മാത്രമേ തകർന്നുള്ളൂ. വലിയൊരു ബിൽഡിംഗ് ആണ് അത്. മുഴുവൻ ഹമാസിന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പേഴ്സ് വളരെ സേഫ് ആയിട്ട്, ലാവിഷ് ആയിട്ട്, ആഘോഷമായിട്ട് ജീവിക്കുന്ന ബിൽഡിംഗ്സ് ആണ്. അതിന്റെ താഴത്തെ നിലയിലുള്ള 3 മുറികളാണ് ആക്രമിക്കപ്പെട്ട് തകർത്തിട്ടുള്ളത്. അപ്പൊ അവർ ലക്ഷ്യം വെച്ചിട്ടുള്ള ആളുകൾ അതിൽ കൊല്ലപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത്, ഖലീൽ അൽ ഖയ്യ എന്ന് പറയുന്ന എക്സൈൽഡ് ആയിട്ടുള്ള ഗാസ ലീഡറും സബീർ ജബാരിൻ എന്ന് പറയുന്ന എക്സൈൽഡ് ആയിട്ടുള്ള വെസ്റ്റ് ബാങ്ക് ലീഡറുമാണ് അവരുടെ പ്രധാനപ്പെട്ട ടാർഗറ്റ്സ് ആയിട്ട് അതിനകത്തുണ്ടായിരുന്നത്. അപ്പൊ അവരെ കൊല്ലപ്പെട്ടിട്ടില്ല എന്നാണ് ഹമാസ് അവകാശപ്പെടുന്നത്. ഹമാസ് പറയുന്ന അവരുടെ ഈ ലീഡേഴ്സ് ഇവരാണ് ഇപ്പോൾ ഈ പീസ് ടോക്ക് എന്നൊക്കെ പറയുന്ന, അല്ലെങ്കിൽ ഇന്റർമീഡിയറ്റ് ടോക്സ് എന്നൊക്കെ പറയുന്ന ടോക്കിൽ ഹമാസിനെ റെപ്രസെന്റ് ചെയ്ത് സംസാരിക്കുന്ന ആളുകൾ ഇവരാണ്. അപ്പൊ അവർ കൊല്ലപ്പെട്ടിട്ടില്ല എന്നാണ് ഹമാസ് പറയുന്നത്. അവരുടെ വർഷം അനുസരിച്ച് 5ഉം 1ഉം 6 പേരാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത്. അതിൽ 5 പേരിൽ ഈ ഖലീൽ അൽ ഖയ്യ എന്ന് പറയുന്ന ആളുടെ മകൻ ഹയ്യ എന്ന് പേരുള്ള, ദാറ്റ് ഈസ് ഹയ്യ തന്നെയാണ് അയാളുടെ പേര്. അയാളുടെ പേര് ഹുമാൻ എന്നാണ്. അയാള് കൊല്ലപ്പെട്ടിട്ടുണ്ട്. കൂടാതെ ഈ ഹയ്യായുടെ ഓഫീസ് സെക്രട്ടറി, ഡയറക്ടർ ഓഫ് ഹിസ് ഓഫീസ് ആയിട്ടുള്ള ജിഹാദ് ലിബാദ് എന്ന് പറയുന്ന ആളും മരിച്ചിട്ടുണ്ട്. അപ്പം ഈ ഹയ്യായുടെ മകനും അയാളുടെ ഡയറക്ടർ ഓഫ് ഓഫീസും കൊല്ലപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ 5 ഹമാസിന്റെ ടെററിസ്റ്റുകളും കൂടാതെ ഖത്തറിന്റെ ഒരു സെക്യൂരിറ്റി പേഴ്സണലുമാണ് കൊല്ലപ്പെട്ടതെന്നാണ് ഹമാസ് അവകാശപ്പെട്ടിട്ടുള്ളത്. ആരൊക്കെയാണ് കൊല്ലപ്പെട്ടത് എന്നതിനെ സംബന്ധിച്ച് ഇസ്രായേൽ പ്രത്യേകിച്ച് പ്രസ്താവനകളൊന്നും ഇറക്കിയിട്ടില്ല. കാരണം അവരെ സംബന്ധിച്ച് ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ കിട്ടിയതിനു ശേഷം മാത്രമേ അവരത് ചെയ്തിട്ടുള്ളൂ. എന്തായാലും ഇത് ഷിൻബെറ്റ് എന്ന് പറയുന്നത് ഇസ്രായേൽ രഹസ്യാന്വേഷണ ഏജൻസിക്ക് 3 പാർട്ടുകളുണ്ട്. അത് ഇന്റേണൽ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള രഹസ്യാന്വേഷണ ഏജൻസിയുടെ വിഭാഗത്തെയാണ് ഷിൻബെറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പൊ അവര് പ്രധാനമായിട്ടും കൗണ്ടർ ഇൻസർജൻസിയാണ്, ആന്റി ടെററിസ്റ്റ് സംഗതികളാണ് അവർ ചെയ്യുക. അത് ഗാസയിലും വെസ്റ്റ് ബാങ്കിലും ഒക്കെയുള്ള ടെററിസ്റ്റ് ഓർഗനൈസേഷന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള ഇന്റലിജൻസ് കളക്ട് ചെയ്യുക. അതുപോലെ തന്നെ അവര് ഈ പറയുന്ന ടെററിസ്റ്റുകൾ എവിടെയൊക്കെയാണോ ബന്ധപ്പെടുന്ന ആ ഏരിയകളിലൊക്കെ ടെററിസ്റ്റിന്റെ ആക്ടിവിറ്റീസിനെ കുറിച്ച് മനസ്സിലാക്കി പഠിച്ച് ഇന്റലിജൻസ് കളക്ട് ചെയ്യുകയും അതിനെതിരെ കൗണ്ടർ ഓപ്പറേഷൻസ് കണ്ടക്ട് ചെയ്യുക എന്ന് പറയുന്ന ഇന്റലിജൻസ് ഏജൻസിയാണ് ഷിൻബെറ്റ് എന്ന് പറയുന്നത്. കൂടാതെ 2 വിങ് കൂടിയുണ്ട്. നമുക്കറിയാവുന്ന മൊസാദ് ഉണ്ട്. മൊസാദ് എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ഏജൻസിയാണ്. അത് ഫോറിൻ ഇന്റലിജൻസും കൂടാതെ ഫോറിൻ ഓപ്പറേഷൻസും ആണ്. വിദേശ രാജ്യങ്ങളിലൊക്കെയുള്ള സ്ഥലങ്ങളിൽ ഇന്റലിജൻസ് കളക്ട് ചെയ്യുക, അവിടെ ഓപ്പറേഷൻസ് കണ്ടക്ട് ചെയ്യുക, ഇതാണ് അവരുടെ ജോലി. കൂടാതെ അമാൻ എന്ന് പറയുന്ന ഒരു മിലിറ്ററി ഇന്റലിജൻസ് കൂടിയുണ്ട്. ഈ ഇസ്രായേൽ മിലിറ്ററി ഇന്റലിജൻസിന്റെ പേര് അമാൻ എന്നാണ്. അപ്പൊ ഈ 3 എണ്ണത്തില് ഇന്നലത്തെ അറ്റാക്കിൽ IDF-ന്റെ കൂടെ ജോയിൻ ചെയ്തിട്ടുള്ളത് ഷിൻബെറ്റ് എന്ന് പറയുന്ന ഈ ഏജൻസിയാണ്. ഇനി ഇതില് അമേരിക്ക അറിഞ്ഞുകൊണ്ടാണോ ഇത് നടന്നത്? നിശ്ചയമായും അമേരിക്ക അറിയാതെ ഇങ്ങനത്തെ ഒരു അറ്റാക്ക് നടത്താനാവില്ല. കാരണം അമേരിക്കയുടെ വലിയ ഒരു എയർ ബേസ് സെൻട്രൽ കമാൻഡോടെ ഉള്ളതാണ്. അപ്പൊ അവിടെ ഈ പറഞ്ഞ 15 വിമാനമൊക്കെ ആയി പോയിട്ട് അമേരിക്ക അറിയാതെ അവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ നിശ്ചയമായിട്ടും ഒരു പാർട്ണർ എന്ന നിലയ്ക്കും കൂടാതെ അവരെ എയർബേസ് ഉള്ള ഒരു രാജ്യം എന്ന നിലയ്ക്കും നിശ്ചയമായും അമേരിക്ക ഇത് അറിയിച്ചിട്ടുണ്ട്. അപ്പൊ ട്രംപിനെ സംഗതി അറിയിച്ചിട്ടുണ്ട്. അപ്പൊ ട്രംപിന്റെ റെസ്പോൺസ് അദ്ദേഹം പറയുന്നത് നോട്ട് ത്രില്ലിംഗ്, ദ ഹോൾ സിറ്റുവേഷൻ ഈസ് നോട്ട് ത്രില്ലിംഗ് എന്നാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞത് നോട്ട് ത്രില്ലിംഗ്, ഈ ഒരു കാര്യം ത്രില്ലിംഗ് അല്ല, ആൻഡ് ദ സിറ്റുവേഷൻ ഈസ് നോട്ട് ത്രില്ലിംഗ്. ഈ പറയുന്ന കാര്യങ്ങൾ ഒന്നും തന്നെ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളല്ല. ബട്ട് ഐ വിൽ സേ ദിസ്, വി വാണ്ട് ദ ഹോസ്റ്റേജസ് ബാക്ക്. പക്ഷെ എങ്കിലും ഞാൻ പറയുന്നു, ഞങ്ങൾക്ക് ഹോസ്റ്റേജസിനെ തിരിച്ചു കിട്ടിയേ പറ്റൂ. അപ്പൊ ട്രംപിനെ സംബന്ധിച്ച് അദ്ദേഹം ഈ ആക്രമണത്തെ കൈയൊഴിഞ്ഞു എന്ന് പറയാൻ നിവൃത്തിയില്ല. അദ്ദേഹം ഇത് വേണമോ വേണ്ടയോ എന്ന് എനിക്ക് ഉറപ്പില്ല എന്ന നിലയിലാണ് നോട്ട് ത്രില്ലിംഗ് എന്നൊരു വാക്ക് അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ളത്.
വേറെ ഇവർക്ക് എന്താ ഓപ്ഷൻ ഉള്ളതെന്ന് പറയാൻ അദ്ദേഹത്തിന്, ഇസ്രായേലിന് വേറെ എന്താ ഓപ്ഷനാണുള്ളതെന്ന് പറയാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല. പക്ഷെ എന്ത് പറഞ്ഞാലും ശരി, ഹോസ്റ്റേജസിനെ തിരിച്ചു കിട്ടിയേ പറ്റൂ. എന്ന് പറഞ്ഞാൽ ഹോസ്റ്റേജസിനെ തിരിച്ചു കിട്ടാൻ വേണ്ടി എന്തുതരം ആക്ഷനിലേക്ക് പോകാം എന്ന് തന്നെയാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. നെതന്യാഹു പറഞ്ഞത് ഇറ്റ് ഈസ് ഇനീഷ്യേറ്റഡ്, ഓപ്പറേറ്റഡ് ആൻഡ് ഫിനിഷ്ഡ് ബൈ ഇസ്രായേൽ എന്നാണ്. അതായത് തുടങ്ങി വെച്ചതും അത് കണ്ടക്ട് ചെയ്തതും അവസാനിപ്പിച്ചതും ഒക്കെ ഇസ്രായേലാണ്. അതിനകത്ത് അമേരിക്കയ്ക്കോ മറ്റേതെങ്കിലും രാജ്യങ്ങൾക്കോ യാതൊരു പങ്കുമില്ല. ഞങ്ങൾ മാത്രമാണ് ഇത് ചെയ്തിട്ടുള്ളത്. ബട്ട് വി ഹാവ് ഇൻഫോംഡ് US എന്നും അദ്ദേഹം പറയുന്നുണ്ട്. അപ്പൊ അത് അദ്ദേഹം കൃത്യമായിട്ട് ചോദിച്ച സമയത്ത് വൈറ്റ് ഹൗസ് വക്താവ് പറഞ്ഞിട്ടുള്ളത് അത് ട്രംപിനെ ഇവർ അറിയിച്ചിട്ടുണ്ട്. ട്രംപ് അത് വിറ്റ്കോഫിനെ അറിയിച്ചു, വിറ്റ്കോഫ് അത് ഖത്തറി അതോറിറ്റീസിനെയും അറിയിച്ചു എന്നാണ് പറഞ്ഞത്. അപ്പൊ ഖത്തറി അതോറിറ്റീസിന്റെ റെസ്പോൺസ് അനുസരിച്ച് ആക്രമണത്തിന് മുൻപ് അവർ അറിഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. അത് ശരിയാവാനുള്ള സാധ്യത കുറവാണ്. കാരണം ഈ ഇസ്രായേലും ഖത്തറും തമ്മിൽ തൊട്ടിടക്കുന്ന രാജ്യങ്ങളല്ല. ഖത്തറിലേക്ക് ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പൊ അത് ഇസ്രായേൽ നിശ്ചയമായും ഇസ്രായേൽ വിമാനങ്ങൾ അവിടെ നിന്ന് ഈ 15 ഫൈറ്റർ ജെറ്റുകൾ പൊന്തുന്നതിന് മുമ്പ് തന്നെ ട്രംപിനോട് പറഞ്ഞിട്ടുണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. അപ്പൊ ട്രംപിനെ ഖത്തറിനെ അറിയിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അദ്ദേഹം അത് അപ്പൊ തന്നെ ഖത്തറിനെ ഇൻഫോം ചെയ്തു. അങ്ങനെ ഒരു കാര്യം സംഭവിക്കുന്നുണ്ട്. ഇനി ഖത്തറിനുള്ള ഓപ്ഷൻ എന്താണ്? നിശ്ചയമായും അമേരിക്ക ഇക്കാര്യത്തിൽ അമേരിക്കൻ ഒഫീഷ്യൽ അല്ലൈ ആയിട്ടുള്ള ഇസ്രായേലിനെ ചെറുക്കാൻ അവിടെ നിൽക്കില്ല എന്നുള്ളത് ഖത്തറിന് അറിയാം. പിന്നെ ഖത്തറിന്റെ ഡിഫൻസ് ഫോഴ്സുകൾ ഉപയോഗിച്ച് ഈ ഒരു സംവിധാനത്തെ അല്ലെങ്കിൽ ഇസ്രായേലിനെ എതിർക്കാൻ നിന്നാൽ നിശ്ചയമായും അതൊരു യുദ്ധമായി മാറും. കാരണം ഇസ്രായേലിനെ സംബന്ധിച്ച് അവരൊരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചാൽ അവർ ചെയ്തിരിക്കും. അപ്പൊ അതുകൊണ്ട് അറിഞ്ഞില്ല എന്ന് അടിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. കാരണം അവരുടെ ഉദ്ദേശം വളരെ വ്യക്തമാണ്. ഖത്തറിനെതിരെ അല്ല ആക്രമണം വരുന്നത് ഈ ഹമാസിന്റെ ആളുകൾക്കെതിരെയാണ്. അപ്പൊ അത് ഒരുപക്ഷെ ഈ വളരെ ബ്രിമ്മിൽ അറിയിക്കാനുള്ള ഒരു കാരണം ഈ ഖത്തറിൽ നിന്ന് ഇൻഫർമേഷൻ കിട്ടി ഈ പോളിറ്റ് ബ്യൂറോയുടെ ആളുകൾ അവിടുന്ന് രക്ഷപ്പെടാതിരിക്കാനുള്ള സാഹചര്യം ഒരുക്കുക എന്നുള്ളത് അമേരിക്കയുടെയും ഇസ്രായേലിന്റെ താല്പര്യമാണ്. ഒരുപക്ഷെ അവസാനത്തെ മൊമെന്റിൽ മാത്രമേ ഇത് ഇൻഫോം ചെയ്തിട്ടുണ്ടാവുള്ളൂ. ഇനി ഇൻഫോം ചെയ്യപ്പെട്ടാൽ തന്നെ ഖത്തർ ഇതിനോട് റിയാക്ട് ചെയ്യാനുള്ള സാധ്യതയില്ല. കാരണം റിയാക്ട് ചെയ്താൽ ഇസ്രായേലിനെ പിടിച്ചു നിൽക്കാനൊന്നും ഖത്തറിനാവില്ല. അമേരിക്കൻ എയർ കമാൻഡ് ഈ വിഷയങ്ങളൊന്നും ഇടപെട്ട് എന്തായാലും ഇസ്രായേലിനെ സ്റ്റോപ്പ് ചെയ്യാൻ നിൽക്കില്ല. ഇത് അമേരിക്കൻ എയർ കമാൻഡിനോട് ചർച്ച ചെയ്യാനോ അങ്ങനത്തെ കാര്യങ്ങൾക്കോ ഒന്നുമുള്ള സമയമില്ല. അപ്പൊ ജസ്റ്റ് ഇൻഫോം ചെയ്തിട്ടുണ്ടാവും, ഞങ്ങൾ അറിഞ്ഞിട്ടില്ല എന്ന് ഖത്തർ നടിക്കുന്നതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്തായാലും ആക്രമണം നടന്നു. അവിടെ തീയുമ്പോൾ പച്ചപ്പട്ടപ്പകലാണ് ഈ ആക്രമണം നടന്നിട്ടുള്ളത്. അപ്പൊ ഇത് നെതന്യാഹു പറഞ്ഞത് ജെറുസലേമില് മിനിഞ്ഞാന്ന് തിങ്കളാഴ്ച നടത്തിയ ആക്രമണത്തിന്റെ മറുപടിയാണ് ഇതെന്നാണ്. പക്ഷെ ഇത് ജെറുസലേമിലെ ഒരു ആക്രമണത്തിന്റെ പേരിൽ പെട്ടെന്ന് അങ്ങോട്ട് ഓർഗനൈസ് ചെയ്താണെന്ന് നമുക്ക് വിചാരിക്കാൻ നിവൃത്തിയൊന്നുമില്ല. കാരണം അവിടെ പോളിറ്റ് ബ്യൂറോ മെമ്പേഴ്സ് ഉണ്ട് എന്നുള്ളതും അവരുടെ പോളിറ്റ് ബ്യൂറോ മീറ്റിംഗ് 2 മണിക്കാണ് നടക്കുന്നത് എന്നുള്ളതും കൃത്യമായ ഇൻഫർമേഷൻ നേരത്തെ തന്നെ കളക്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അവരെ സംബന്ധിച്ച് ഈ ജെറുസലേം അറ്റാക്ക് അവർ അവസരമായി ഉപയോഗിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. മാത്രമല്ല ഈ പറയുന്ന 2 വ്യക്തികളെ ഈ ഖലീൽ അൽ ഹയ്യ എന്ന് പറയുന്ന ആളും ഈ സബീർ ജബാറിനും ഇസ്രായേൽ ദീർഘകാലമായി വേട്ടയാടാൻ ശ്രമിക്കുന്ന ആളുകളാണ്. ഇവരെ ഖത്തറിൽ നിന്ന് ഒരു കാരണവശാലും പുറത്തു പോകാതെ ഖത്തറിന്റെ ആ സെക്യൂരിറ്റിക്കകത്ത് സുഖിച്ച് ജീവിക്കുന്ന ആളുകളാണ്. ഈ ഖലീൽ അൽ ഹയ്യ എന്ന് പറയുന്ന ആൾ വൈസ് ചെയർമാൻ ഓഫ് ഹമാസ് പോളിറ്റ് ബ്യൂറോയാണ് 2022 മുതൽ. യാഹ്യ സിൻവാറിന്റെ ക്ലോസ് അസോസിയേറ്റ് ആണ്. യാഹ്യ സിൻവാർ മരിച്ചതിന് ശേഷം ഈ പോളിറ്റ് ബ്യൂറോയ്ക്ക് ചീഫില്ല. ഈ ഖലീൽ അൽ ഹയ്യയാണ് ഈ ഹമാസിന്റെ പോളിറ്റ് ബ്യൂറോയുടെ ആക്ടിംഗ് ചീഫ് എന്ന് വേണം വിചാരിക്കാൻ. ഇദ്ദേഹം ഈ ഒക്ടോബർ 7, 2023 അറ്റാക്ക് ഇറാനിയൻ കമാൻഡറായിട്ടുള്ള മുഹമ്മദ് സൈദ് ഇസാദിയുമായി ചേർന്ന് ലെബനോണിൽ നിന്ന് പ്ലാൻ ചെയ്ത ആളാണ്. ഈ ഒക്ടോബർ 7 അറ്റാക്ക് നടക്കുമ്പോഴും അതിനുശേഷമുള്ള ഇസ്രായേൽ ഹമാസ് ടസിലിന്റെ ഇടയിലും ഈ മുഹമ്മദ് സയ്യിദ് ഇസാദി എന്ന് പറയുന്ന ആൾ ലെബനോണിൽ ഉണ്ടായിരുന്നു. അയാൾ ലെബനോണിൽ സ്ഥിരമായി താമസിച്ചുകൊണ്ട് ഹമാസിന്റെ ഓപ്പറേഷൻസിനെ ലീഡ് ചെയ്ത ആളാണ്, അഡ്വൈസ് ചെയ്ത ആളാണ്. അപ്പം അദ്ദേഹം അഡ്വൈസ് ചെയ്യുന്നത് ഈ ഖലീൽ അൽ ഹയ്യ എന്ന് പറഞ്ഞ പേഴ്സണിലൂടെയാണ്. ഏകദേശം 1 വർഷത്തോളം ഹമാസിനെ ഒതുക്കിയതിനു ശേഷമാണ് ലെബനോണിലേക്ക് ഇസ്രായേൽ ശ്രദ്ധ തിരിക്കുകയും അവിടെയുള്ള അവിടുത്തെ ടെററിസ്റ്റ് ഓർഗനൈസേഷന്റെ ഔട്ട്ഫിറ്റുകൾക്ക് നേരെ ആക്രമണം നടത്തുകയും ചെയ്തിട്ടുണ്ടായിട്ടുള്ളത്. അപ്പൊ അത്രയും കാലം ഈ മുഹമ്മദ് സയ്യിദ് ഇസാദി എന്ന് പറയുന്ന ആള് അവിടെ താമസിച്ചുകൊണ്ട് ഈ ഓപ്പറേഷൻ ലെബനോണിൽ താമസിച്ചുകൊണ്ട് ഈ ഓപ്പറേഷനെ സഹായിച്ച ആളാണ്. അദ്ദേഹത്തിന്റെ കൂടെ ചേർന്നുകൊണ്ട് ഹമാസിന്റെ ഭാഗത്ത് നിന്ന് ഇറാനുമായിട്ടുള്ള ബന്ധങ്ങൾ കോർഡിനേറ്റ് ചെയ്തിരുന്ന ആൾ കൂടിയാണ് ഖലീൽ അൽ ഹയ്യ എന്ന് പറയുന്നത്. ഇദ്ദേഹം നേരത്തെ മുതൽ തന്നെ ഇസ്ലാമിക് ബ്രദർഹുഡ് 1960 ജനിച്ച ഇദ്ദേഹം ഇസ്ലാമിക് ബ്രദർഹുഡിൽ ചേർന്ന് ഭീകരപ്രവർത്തനങ്ങൾ ട്രെയിനിങ് നേടി. പിന്നീട് ഹമാസിന്റെ സ്ഥാപക നേതാക്കന്മാരിൽ ഒരാളാണ്. അന്ന് മുതൽ അള്ളാഹുവിന്റെ ഭടൻ എന്ന പേരിൽ ഇസ്രായേലിനെ ഉന്മൂലനം ചെയ്യാൻ ശ്രമിക്കുന്ന ആളാണ്. ഇസ്രായേൽ എല്ലാ കാലവും ഇദ്ദേഹത്തിന്റെ തലയ്ക്ക് വിലയിട്ടിട്ടുള്ളതാണ്, ശ്രദ്ധിച്ചിട്ടുള്ളതാണ്. ഇനി സബീർ ജബാരൻ എന്ന് പറയുന്ന ആൾ ഇദ്ദേഹം വെസ്റ്റ് ബാങ്ക്
വെസ്റ്റ് ബാങ്കിൽ ജനിച്ചു വളർന്ന ആളാണ്. 1968 അദ്ദേഹം ജനിക്കുന്നത്. ഇദ്ദേഹം ഈ ഹമാസിന്റെ ഫൈനാൻസ് വിങ്ങിന്റെ ചീഫാണ്. ഹമാസിന്റെ ഫൈനാൻസ് വിങ് എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന ഒരു ചെറിയൊരു എമൗണ്ട് ഒന്നുമല്ല. ഇവരുടെ ഹമാസിന്റെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്, അതായത് ലോകരാജ്യങ്ങളിൽ നിന്ന് മുഴുവൻ പിരിവെടുത്ത് കാലാകാലങ്ങളിൽ ഇവർ ഉണ്ടാക്കിയിട്ടുള്ള പണം ഇവർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ഏകദേശം $500 മില്യൺ വരും. $500 മില്യൺ എന്ന് പറഞ്ഞാൽ എത്രയായി? 5000 ലക്ഷം $500 ലക്ഷം രൂപയിലേക്ക് വരുമ്പോൾ ഏകദേശം 4 ലക്ഷം കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റുകൾ ഹമാസിനുണ്ട് എന്ന് മനസ്സിലാക്കുന്നത് ഇപ്പോഴുള്ള ഇൻവെസ്റ്റ്മെന്റുകളാണ്. ആ ഇൻവെസ്റ്റ്മെന്റുകളിൽ നിന്നുള്ള പ്രോഫിറ്റുകൾ കൂടാതെയാണ് മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്ന പിരിവുകൾ എന്ന് പറയുന്നത്. ഇത് ഹമാസിന്റെ വിദേശ രാജ്യങ്ങളിൽ ജീവിക്കുന്ന ഇതുപോലത്തെ ലീഡേഴ്സ് കളക്ട് ചെയ്യുകയും അത് ഈ വെസ്റ്റ് ബാങ്കിലും അതുപോലെ ഗാസയിലുമുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യും. അതിന്റെ പ്രധാനപ്പെട്ട ഓർഗനൈസറാണ് ഈ സബീർ ജബ്ബാരൻ എന്ന് പറയുന്ന ആള്. അദ്ദേഹമാണ് ഈ പണം ഇത് മാനേജ് ചെയ്യുകയും ഇവരുടെ ഇൻവെസ്റ്റ്മെന്റുകൾ മാനേജ് ചെയ്യുകയും അതിനകത്ത് പ്രോഫിറ്റുകൾ വിതരണം ചെയ്യുകയും ഹമാസിന്റെ ഈ ടെററിസ്റ്റ് ആക്ടിവിറ്റീസിന് വേണ്ടി വിതരണം ചെയ്യുകയും ചെയ്യുന്ന ആളാണ് ഈ സബീർ ജബ്ബാരൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവരെയൊക്കെ കൊല്ലാതെ നിശ്ചയമായി ഹമാസിനെ ഉന്മൂലനം ചെയ്യുക എന്ന് പറയുന്നത് അസാധ്യമായ കാര്യമാണ്. ഈ പറയുന്ന സബീർ ജബ്ബാറിനും ഇസ്ലാമിക് ബ്രദർഹുഡിലൂടെ ട്രെയിനിങ് നേടി പുറത്തേക്ക് വന്ന ഫൈറ്റർ ഓഫ് അള്ളാഹ് ആണ്. അപ്പം ഇവർ രണ്ടുപേരും ഇസ്രായേൽ ഏത് കാലത്തും ഇതിനകത്ത് ഇവരെ ശ്രദ്ധിച്ചിരുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇതില് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇന്റർനാഷണൽ റിയാക്ഷൻസ് വന്നിട്ടുണ്ട്. ഇപ്പൊ ഇവരെപ്പോഴും ഈ പറയുന്ന ഹമാസ് എന്ന് പറയുന്ന ഈ ഒരു ഓർഗനൈസേഷൻ, ടെററിസ്റ്റ് ഓർഗനൈസേഷൻ, അവരുടെ ഏറ്റവും വലിയ ഡിഫൻസ് എന്ന് പറയുന്നത് ഇസ്രായേലിനെ അന്താരാഷ്ട്ര സമൂഹത്തിന് മുമ്പ് നാറ്റിക്കുക എന്നുള്ളതാണ്. അപ്പൊ അവര് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്ന ആ ക്യാമ്പയിൻ, ഞങ്ങളെ പെണ്ണുങ്ങളെ കൊന്നു, സ്ത്രീകളെ കൊന്നു, ഇപ്പൊ ഖത്തറിനെ ആക്രമിച്ചു, ഇതെല്ലാം വലിയ ക്യാമ്പയിനായിട്ട് നമ്മുടെ പത്രങ്ങളിലും ഒക്കെ ഇന്ന് വലിയ ക്യാമ്പയിനായിട്ട് ഇത് വന്നിട്ടുണ്ട്. ഇസ്രായേൽ ഖത്തറിനെ കയറി ആക്രമിച്ചു, ഇന്റർനാഷണൽ ലോസ് എല്ലാം കാറ്റിൽ പറത്തി. നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ പാകിസ്ഥാനെ ആക്രമിച്ചില്ലേ? നമ്മൾ എന്തിനാ പാകിസ്ഥാനെ ആക്രമിച്ചത്? നമ്മൾ പാകിസ്ഥാനെ ആക്രമിച്ചത് നമ്മുടെ നാട്ടിൽ വന്ന് ഹിന്ദുക്കളാണ് എന്നതിന്റെ പേരിൽ 10-30 ആളുകളെ ടൂറിസ്റ്റുകളായിട്ട്, ഇന്നസെന്റ് ആയിട്ടുള്ള മനുഷ്യരെ കാശ്മീരിൽ ഒരു മൈതാനത്ത് പോയി ഇരുന്നവരെ വന്ന് തലയിറത്ത് കൊന്നിട്ട് പാകിസ്ഥാനിൽ പോയി ഒളിച്ച സമയത്താണ് നമ്മുടെ പട്ടാളം പുറകെ പോയിട്ട് അവരെ കൊന്നത്. ഇതേ കാര്യമല്ല ഇവരും ചെയ്യുന്നത്. ഇവര് October 7 ഇസ്രായേലിന്റെ മണ്ണിൽ കയറി ആളുകളെ കൊന്നത് ഓർഗനൈസ് ചെയ്ത മാന്യന്മാരെ ഇവരെന്നിട്ട് ഖത്തറിൽ പോയിട്ട് സുഖമായിട്ട് ജീവിക്കുകയാണ്. അവരുടെ പുറകെ പോയിട്ട് ഇസ്രായേൽ അവരെ കൊന്നു എന്ന് മാത്രമേ ഉള്ളൂ. രാജ്യത്തെ അവർ ആക്രമിച്ചിട്ടില്ല. നമ്മൾ ടെററിസ്റ്റുകളെ മാത്രമല്ല പാകിസ്ഥാനെ ആക്രമിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മളുടെ ഈ പറയുന്ന പാകിസ്ഥാനോടുള്ള ആക്രമണം നമുക്ക് ജസ്റ്റിഫൈ ചെയ്യാൻ കഴിയുമെങ്കിൽ നിശ്ചയമായും ഈ ആക്രമണം തീർത്തും ജസ്റ്റിഫയബിൾ ആണ്. അതുകൊണ്ടാണ് ഇന്ത്യ ഈ ആക്രമണത്തെക്കുറിച്ച് കാര്യമായ പ്രതികരണങ്ങളൊന്നും നടത്തിയിട്ടില്ല. പ്രശ്നങ്ങളൊക്കെ ചർച്ചയിലൂടെ തീർക്കണമെന്ന് മാത്രമാണ് ഇന്ത്യ ഇതിനെ സംബന്ധിച്ച് പ്രതികരിച്ചിട്ടുള്ളത്. ഈവൻ പോപ്പ് പോലും പ്രതികരിച്ചപ്പോൾ ശ്രദ്ധയോടാണ് പ്രതികരിച്ചിട്ടുള്ളത്. ദ എൻറ്റയർ സിറ്റുവേഷൻ ഈസ് വെരി സീരിയസ് എന്നാണ് പോപ്പ് പറഞ്ഞിട്ടുള്ളത്. ഇനി ഖത്തറി ഫോറിൻ മിനിസ്റ്റർ പറഞ്ഞിട്ടുള്ളത് നെതന്യാഹു എന്ന് പറയുന്ന ആൾ ഭ്രാന്ത് പിടിച്ച് യുദ്ധം ചെയ്യുകയാണ്, അയാളുടെ ഭ്രാന്ത് ലോകത്തെ നശിപ്പിക്കും എന്ന നിലയിലുള്ള ഒരു പ്രതികരണമാണ് ഖത്തറി ഫോറിൻ മിനിസ്റ്റർ ആയിട്ടുള്ള അബ്ദുൾ റഹ്മാൻ അൽ ഥാനി പുറപ്പെടുവിച്ചിട്ടുള്ളത്. ഇവരുടെ ഹമാസിന്റെ ലീഡറായിട്ടുള്ള ഇസ്മായിൽ ഖാനിയനെ ജൂലൈ 2024 ഇറാനിൽ പോയിട്ടാണ് ഇസ്രായേൽ കൊന്നിട്ടുള്ളത്. അത് ഇത്തരം ഒരു ആക്രമണമായിരുന്നില്ല. ആ ആക്രമണത്തിന്റെ ഡീറ്റെയിൽസ് ഇപ്പോഴും കൃത്യമായി അറിയില്ല. എന്തായാലും ഇറാനിൽ വെച്ചാണ് വധിക്കപ്പെട്ടത്. അപ്പൊ ഇവര് ഖത്തർ എന്ന് പറയുന്ന ഒരു സേഫസ്റ്റ് ഏരിയ ആണ് എന്ന നിലയിൽ ഇവരവിടെ പോയി താമസിക്കുന്ന ഒരു സാഹചര്യമാണ്, ഈ പോളിറ്റ് ബ്യൂറോ മെമ്പേഴ്സ് അവിടെ താമസിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഖത്തർ ഇത്രയും കാലം ചെയ്തുകൊണ്ടിരുന്ന പണിയാണിത്. ഇവരുടെ പോളിറ്റ് ബ്യൂറോ മെമ്പേഴ്സിന് ഇവരെ സേഫ് ആയിട്ടുള്ള അസൈലം കൊടുക്കും. വാസ്തവത്തിൽ ഇത് മതപരമായ ഒരു സംഗതിയാണ്, മതവുമായി ബന്ധപ്പെട്ട സംഗതിയാണ്. അതായത് ഈ ഇസ്ലാമിക് ജിഹാദിന്റെ ഭാഗമാണ്. അപ്പം ഇസ്ലാമിക് ജിഹാദിന്റെ ഭാഗമായി ആ ജിഹാദ് നിർവഹിക്കുന്ന ആളുകളെ സഹായിക്കുക എന്നുള്ളത് ഓരോ മുസൽമാന്റെയും കടമയാണ് എന്ന ചിന്തയിൽ നിന്ന് തന്നെയാണ് ഖത്തർ ഈ ഹമാസിന്റെ ലീഡർഷിപ്പിൽപ്പെട്ട ആളുകളെ അവര് താങ്ങുന്നത്. ലീഡർഷിപ്പിൽപ്പെട്ട ആളുകളെ മാത്രമേ അവർ താങ്ങുള്ളൂ, അല്ലാതെ അഭയാർത്ഥികൾ ഒരെണ്ണത്തിനെ പോലും അവർ സ്വീകരിക്കില്ല. കാരണം ഇവർക്കറിയാം അഭയാർത്ഥികള് ഈ പാലസ്തീനികള് ജോർദാനിൽ ചെയ്തു വെച്ചത് എന്താണെന്നും ലെബനോണിൽ ചെയ്തു വെച്ചത് എന്താണെന്നും ഒക്കെ ഖത്തറിന് നല്ല നിശ്ചയമുണ്ട്. അതുകൊണ്ട് പാലസ്തീൻ അഭയാർത്ഥികൾ ഒറ്റ ഒന്നിനെ അവർ അകത്തോട്ട് കയറ്റില്ല. ഇവരാകെ ചെയ്യുന്നത് ഇവരുടെ ലീഡർഷിപ്പ് പെടുന്ന പോളിറ്റ് ബ്യൂറോ എന്ന് പറയുന്ന ഈ ഹമാസിനെ നിയന്ത്രിക്കുന്ന ഹമാസിന്റെ തലച്ചോറിനെ അവിടെ താമസിക്കാനും സ്വൈര്യവിഹാരം നടത്താനും അനുവദിക്കുന്നു. അപ്പൊ അവരെ സംബന്ധിച്ച് ഈ യാതൊരു ഭയവും ഭീതിയും ഇല്ലാതെ അവർക്ക് ഈ ഖത്തറിലൂടെ സഞ്ചരിക്കാം. കാരണം ഇതൊരു ഗൾഫ് രാജ്യമാണ്. ഇറാനിൽ പോയി കഴിഞ്ഞാൽ ഇസ്രായേൽ ഏത് നിമിഷം പിടിക്കുന്നുള്ളത് അറിയാം. അപ്പം ഇറാനാണ് അവരുടെ മെക്ക എന്ന് പറയുന്നത്. ഇറാനിലാണ് എല്ലാ ഭീകരവാദത്തിന്റെയും കളിത്തൊട്ടില് ഇറാനാണ്. അവിടെയാണ് ഏറ്റവും വലിയ സംതൃപ്തി കിട്ടുക. പക്ഷെ അവിടെ പോയി കഴിഞ്ഞാൽ ഇസ്രായേൽ അവിടെ വേട്ടയാടി പിടിക്കുമെന്ന് അറിയാവുന്നത് കൊണ്ട് ഗൾഫ് രാജ്യങ്ങളിൽ ഇസ്രായേൽ ഒരു ആക്രമണം ഓർഗനൈസ് ചെയ്യുകയില്ല എന്ന ധൈര്യത്തിലാണ് ഈ പറഞ്ഞ ഖത്തറിൽ ഇവർ വന്ന് താമസിക്കുന്നത്.
അപ്പൊ ഈ പറഞ്ഞ സ്ഥലം പോലും സേഫ് അല്ല എന്ന് പ്രൂവ് ചെയ്തതെന്നാണ് ഇന്ന് റിട്ടയർഡ് ലഫ്റ്റനന്റ് കേണൽ റോബർട്ട് മാഗ്നസ് എന്ന് പറയുന്ന അമേരിക്കൻ സീനിയർ ഫെലോ ഓഫ് നാഷണൽ ഡിഫൻസസ് ഓഫ് US അദ്ദേഹം ഇന്ന് ഫോക്സ് ന്യൂസിലുള്ള ആർട്ടിക്കിൾ എഴുതിയിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം ആ ആർട്ടിക്കിളിനകത്ത് പറയുന്നത് ഈ ആക്രമണത്തിന്റെ ഒന്നാമത്തെ കൺക്ലൂഷൻ എന്ന് പറയുന്നത് ഭീകരന്മാർക്ക് ഒളിച്ചിരിക്കാൻ ഈ ലോകത്തിൽ ഒരു സ്വർഗമില്ല എന്നുള്ളത് ഇസ്രായേൽ പറയുകയാണ് എന്നുള്ളതാണ്. എവിടെ പോയി ഒളിച്ചാലും പിടിക്കും. അപ്പൊ ഇത് ഖത്തറിലാണെങ്കിലും പിടിക്കും. അപ്പൊ കാരണം ഈ പറയുന്ന ഫിനാൻഷ്യൽ സോഴ്സുകൾ മാനേജ് ചെയ്യുന്ന ആളുകൾ ഇതിന്റെ ബ്രെയിൻ തകർക്കാതെ, ഇത് തലയടിച്ച് തകർക്കാതെ, തല പരിപൂർണമായിട്ടും തകർക്കാതെ ഈ ഹമാസ് എന്ന് പറയുന്ന ഓർഗനൈസേഷൻ ഇല്ലാതാക്കാൻ പറ്റില്ല. കാരണം ഇവര് ഈ സ്വർഗത്തിൽ കിട്ടുന്ന ഹൂറികളുടെ പേരും പറഞ്ഞുകൊണ്ട്, മറ്റു സൗകര്യങ്ങളുടെ പേരും പറഞ്ഞുകൊണ്ട് ചെറുപ്പക്കാരെ പറ്റിച്ച് നിരന്തരമായി റിക്രൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ഇവരുടെ ഹമാസ് ഫൈറ്റേഴ്സിൽ ഏകദേശം 20,000-ഓളം ആളുകളുണ്ട്. അത് ചത്തൊതുങ്ങി പുതിയത് വരുന്നതാണ്. അപ്പൊ ഇപ്പോഴും 20,000-ഓളം ആളുകളുണ്ട്. ഇത് ഫാമിലി കുടുംബത്തിൽ നിന്ന് ആളുകളെ റിക്രൂട്ട്, കുടുംബത്തിൽ നിന്ന് ദൈവത്തിന് വേണ്ടി ഒരാളെ മാറ്റിവെക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വിടുന്നവരുണ്ട്. ക്ലാനിൽ നിന്ന്, അതായത് ഗോത്രങ്ങളിൽ നിന്ന് കുറെ ആളുകൾ ദൈവത്തിന് വേണ്ടി നിയോഗിച്ചു വിടുന്നവരുണ്ട്. ഇവരൊക്കെ മരിച്ച് സ്വർഗം നേടാൻ വേണ്ടി മരണം കാക്ഷിച്ചുകൊണ്ട് വരുന്ന ഈ ആളുകളെ നിയന്ത്രിക്കാൻ ഒരു നിവൃത്തിയില്ല. കാരണം അവരെ സംബന്ധിച്ച് ജീവിതത്തെക്കാൾ അപ്പുറം, അല്ലെങ്കിൽ പട്ടിണി കിടന്ന് ജീവിക്കാൻ അപ്പുറം, ഗാസ പോലത്തെ സ്ഥലത്ത് ജീവിക്കുന്നതിനേക്കാൾ അപ്പുറം സുഖകരമായ ജീവിതം, സ്വർഗത്തിൽ എല്ലാത്തരം ലൈംഗിക സൗകര്യങ്ങളും അനുഭവിച്ചുകൊണ്ട് സ്വർഗത്തിൽ കിട്ടുമെങ്കിൽ അതല്ലേ നല്ലത് എന്ന ഒരു ചിന്ത ഈ 3 വയസ്സ് മുതൽ വൈറസ് പോലെ തലയുടെ ഉള്ളിൽ തള്ളിക്കയറ്റിയ മതം, മറിച്ച് ചിന്തിക്കാൻ ശേഷിയില്ലാത്ത വിധം തലച്ചോറിനെ നിർവീര്യമാക്കി കളഞ്ഞ മതം, ആ മതത്തിന് ഇൻഫ്ലുവൻസ് പെട്ടുകൊണ്ട് ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇസ്രായേലിനെ സംബന്ധിച്ച് ഈ ഓരോ ആളും ഇസ്രായേലിന്റെ മരണമാണ്. അവരെ ഇല്ലാതാക്കാതെ ഇസ്രായേലിന് രക്ഷപ്പെടാനാവില്ല. അപ്പൊ എങ്ങനെയൊക്കെയാണ് ഇവരെ ഇല്ലാതാക്കാൻ പറ്റുക എന്നുള്ള ഗവേഷണത്തിന്റെ അവസാന ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ ആക്രമണം നടന്നിട്ടുള്ളത്. കാരണം ഇവരെ വെച്ചുകൊണ്ട് അവിടെ ഈ പറയുന്ന നേതൃത്വത്തെ ബാക്കി നിർത്തിക്കൊണ്ട് ഇവിടെ ഗാസ സിറ്റിയിലെ ഹമാസിനെ മാത്രമായിട്ട് ഉന്മൂലനം ചെയ്താൽ ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവുകയില്ല. അതും കൂടി തീർക്കേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് അവിടെ കയറി ആക്രമിച്ചാണ്. ഇപ്പോഴും 450 മൈലോളം നെറ്റ്വർക്കുകൾ, ഇവരുടെ ടണൽ നെറ്റ്വർക്കുകൾ, ഭൂമിക്കടിയിലുള്ള നെറ്റ്വർക്കുകൾ ബാക്കിയുണ്ടെന്നാണ് ഈ റിട്ടയർഡ് കേണൽ പറയുന്നത്. അപ്പൊ ഇതില് അതിന്റെ കൂടെ ഇവരുടെ ഇൻഫർമേഷൻ വാർഫെയർ, അതുപോലെ ഹോസ്റ്റേജസിനെ പിടിച്ചു വെച്ചിട്ടുള്ള പരിപാടികൾ, ഇതെല്ലാം നടക്കുന്നുണ്ട്. അപ്പൊ ഹോസ്റ്റേജസ് ഒരു ഭാഗത്ത് നിൽക്കുന്നു, ഇവര് ഇസ്രായേലിനെതിരെ നടത്തുന്ന ഇൻഫർമേഷൻ വാർഫെയർ, കുഞ്ഞുങ്ങളെ കൊല്ലുന്നു, പെണ്ണുങ്ങളെ കൊല്ലുന്നു, ഭീകരരാഷ്ട്രമാണെന്ന് പറയുന്ന ഇൻഫർമേഷൻ വാർഫെയർ അവിടെ നടക്കുന്നു. അതിനിടയിലൂടെ ഇവര് ദൈവത്തിന്റെ ആളുകൾ എന്ന് പറയുന്നത്, ദൈവത്തിന് വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾ റിക്രൂട്ട് ചെയ്ത് ഇസ്രായേലിനെ കൊല്ലുന്നു. അപ്പൊ ഇതിനെല്ലാം കൂടി സൊല്യൂഷൻ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ഇസ്രായേലിനെ സംബന്ധിച്ച് വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഖത്തർ ഇവരുടെ നേതാക്കന്മാരെ ഒളിപ്പിച്ചു വെക്കുമ്പോൾ അവിടെ കയറി അവരെ കൊല്ലുക എന്നുള്ള ഒരു ഓപ്ഷൻ അല്ലാതെ ഇസ്രായേലിനെ സംബന്ധിച്ച് വേറൊരു ഓപ്ഷൻ ഇല്ല. കാരണം അവരവിടുന്ന് പുറത്തു വരുന്ന പ്രശ്നമില്ല, അവരവിടെ മാത്രമേ ഇരിക്കുള്ളൂ. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഇവർക്ക് ടെഹ്റാനിൽ നിന്ന് കിട്ടുന്ന ആനുവൽ ഫണ്ടിങ് എന്ന് പറയുന്നത് $100 മില്യൺ മേലെയാണ്. 100 കണക്കിന് മില്യൺ US ഇപ്പോഴും ഇറാനിൽ നിന്ന് ഹമാസിന് പണമായിട്ട് ലഭിക്കുന്നുണ്ട്. ഈ ഖത്തർ എന്ന് പറയുന്ന രാജ്യം ഒരു ഭാഗത്ത് മീഡിയേറ്റർ ആയിട്ട് നിൽക്കും, വേറൊരു ഭാഗത്ത് ഈ പോളിറ്റ് ബ്യൂറോ അംഗങ്ങളൊക്കെ വളരെ സേഫ് ആയിട്ട് ഇവർ പാർപ്പിക്കും. കൂടാതെ ഇവർ ഇതുവരെ ഈ ഹമാസിന് കൊടുത്തിട്ടുണ്ട് എന്ന് വിചാരിക്കപ്പെടുന്ന പണം $1.8 ബില്യൺ ആണ്. എന്ന് പറഞ്ഞാൽ 1800 മില്യൺ US ആണ്. രൂപയിലേക്ക് കൺവേർട്ട് ചെയ്ത് വരുമ്പം 5-10 ലക്ഷം രൂപയുടെ റേഞ്ചിലേക്ക് വരുന്ന തുകയാണ് ഈ ഖത്തർ ഇതുവരെ ഹമാസിന് വേണ്ടി ഫിനാൻസ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇവര് അമേരിക്കയുടെ ഒരു പാർട്ണറാണ്. അലയൊന്നുമല്ല, അലൈ എന്ന് പറയുന്ന സാധനമല്ല, ഇവര് പാർട്ണർഷിപ്പാണ്. അത് പിന്നെ അൽ ഉദൈദ് എയർബേസ് ഈ ഖത്തറിലുണ്ട്. ആ എയർബേസിന് വേണ്ടിയുള്ള ഒരു പാർട്ണർഷിപ്പ് മാത്രമാണ് ഇവിടെ ഉള്ളത്, അല്ലാതെ അലൈസ് അല്ല. അതായത് ഖത്തറിന് നേരെ ഏതൊരു ആക്രമണം വരുമ്പോൾ അമേരിക്കയോട് ചാടി വീഴൊന്നുമില്ല. അമേരിക്കയുടെ എയർബേസ് അവിടെ വെച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു കരാറുമുണ്ട്, അല്ലാതെ ഇതൊരു ഡിഫൻസ് പാക്ട് അല്ല. അപ്പം ഈ പറയുന്ന US സെൻട്രൽ കമാൻഡിന്റെ ഹെഡ്ക്വാർട്ടർ ആയിട്ടുള്ള ഈ സ്ഥലത്ത് നിന്നുള്ള ഭരണാധികാരികൾ തന്നെയാണ് ഹമാസിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത്. അപ്പൊ അവര് ഈ പറഞ്ഞ ജിഹാദിൽ അവരുടെ പാർട്ട് നിർവഹിക്കുകയാണ്. അവരെ കൊണ്ട് ഇവിടെ പോയിട്ട് യുദ്ധം ചെയ്യാൻ, ജൂതന്മാരെ എലിമിനേറ്റ് ചെയ്യാൻ കഴിയില്ല, ജൂതരാഷ്ട്രത്തെ ഇല്ലാതാക്കാൻ കഴിയില്ല. പക്ഷേ ജൂതന്മാരെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന, ജൂതരാഷ്ട്രത്തെ നിർവീര്യമാക്കാൻ ശ്രമിക്കുന്ന, അനിലേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന, തുടച്ചു കളയാൻ ശ്രമിക്കുന്ന ഇസ്ലാമിക ശക്തികൾക്ക് തങ്ങളാൽ കഴിയുന്ന സഹായം തങ്ങൾ ചെയ്യും എന്ന നിലപാട് സ്വീകരിച്ചിട്ടുള്ള രാജ്യമാണ് ഖത്തർ. അപ്പൊ അതുകൊണ്ട് അതൊരു മിത്ര രാജ്യമായിട്ട് പരിഗണിക്കാമോ എന്ന് ചോദിച്ചാൽ അവർ നേരിട്ട് യുദ്ധത്തിന് വരാത്തത് കൊണ്ട് വേണമെങ്കിൽ അങ്ങനെ വിചാരിക്കാം. പക്ഷെ ഇത്തരത്തിൽ ഇതിന്റെ പിന്നിലൂടെ ഇവർ ചെയ്യുന്ന പ്രവൃത്തി ഇതാണ്. അതുകൊണ്ട് തന്നെ ആ രാജ്യത്ത് കയറി ഈ ആളുകളെ ആക്രമിക്കുകയല്ലാതെ വേറെ നിവൃത്തിയൊന്നും ഇല്ലാത്ത ഒരു സിറ്റുവേഷനിലാണ് ഈ ആക്രമണം ഉണ്ടായിട്ടുള്ളത് എന്ന് വേണം വിചാരിക്കാൻ. ഈ പറയുന്ന 2 വ്യക്തികളെ ഇവിടെ അനിലേറ്റ് ചെയ്യാൻ, ഇല്ലാതാക്കാൻ സാധിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിലുള്ള ഉറപ്പ് ഇതുവരെ വന്നിട്ടില്ല. അത് പിന്നീടുള്ള ന്യൂസുകളിലൂടെ വരാൻ സാധ്യതയുള്ളൂ.